അമ്മേ ഞങ്ങള് പുറകിലേക്ക് മാറി. ഇവനെ കൊണ്ട് ഫ്രണ്ടിലിരിക്കുന്നത് എളുപ്പമായൊരു കാര്യമല്ല എന്ന് മനസ്സിലായി. ഇവൻ ഫ്രണ്ടിൽ ഭയങ്കര അലമ്പ്. ഫ്രണ്ടിൽ ഞാൻ അങ്ങനെ ഇരിക്കാറില്ല, എന്നാലും അടുത്തൊക്കെ പോകുമ്പോൾ ഇരിക്കാറുണ്ടായിരുന്നു. ഞാനിപ്പോൾ പുറകിലായിരിക്കുന്നു. ഇതാ നടത്തൂല. അവിടെ ഡാഷ്ബോർഡിലെ സകല പേപ്പേഴ്സൊക്കെ വലിച്ച് കീറിക്കളയാണ്. അയ്യോ ലമ്പൻ സുട്രാപ്പി. അപ്പോൾ 2023 ഡിസംബർ 31-ാം തീയതിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണത്. എന്താ പറയാ, 2020 ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ വർഷം ആകുമ്പോഴും ഞാൻ വിചാരിക്കും ഈ വർഷം ഞാൻ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യും, ഈ വർഷം എൻ്റെ ആകുമ്പോഴേക്കും എൻ്റെ ചാനൽ അത്യാവശ്യം റീച്ചായി നല്ല ഗ്രോ ആയി ഭയങ്കര സെറ്റപ്പ് ആവും ഞാൻ എന്നൊക്കെ ഓരോ പ്രതീക്ഷയിലാണ് ഓരോ വർഷവും എൻ്റെ കടന്നു പോകുന്ന കേസ്. അങ്ങനെ 2024 ആവാൻ പോണു. എനിക്ക് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കണം. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു സജഷൻസ് ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടായിരിക്കും 20 തൊട്ട് 24 വരെ നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? മീൻസ് ഒരു എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് പോവാണ്. ഏട്ടനവിടെ ഒരു മീറ്റിംഗ് ഹാൾ എന്തോ നോക്കാണ്ട്. അപ്പം ഞാനും ചാടി കയറി പോകുന്നതാണ് വണ്ടിയിൽ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓക്കെ, 2023 കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഭയങ്കര പ്രഷറുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് വീട്ടിലെ സാഹചര്യം, കുട്ടീനെ നോക്കല്, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഭയങ്കര സ്ട്രെസ്സുണ്ട്. എന്നാലും ഞാൻ 2023 കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എൻ്റെ 2023 എല്ലാം ഒന്നുമില്ല, പെട്ടെന്ന് ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പോഡ്കാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യണം വിചാരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണെങ്കിൽ ചിലപ്പം ഡിസംബർ 31 ഈ വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇടുവരിക. അത് കഴിഞ്ഞ് എൻ്റെ 2023 ഇത് ഞാൻ നെക്സ്റ്റ് ഡേയോ ഇന്ന് ഇടണമെന്ന് വിചാരിക്കണു. ഇന്ന് പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം ഇടും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഒട്ടിച്ച് വെക്കണമല്ലേ, അതൊന്നാളെ ഞാൻ ഒന്ന് മേടിച്ച് എനിക്കും നല്ലത്. അതായത് എനിക്ക് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാൻ നേരത്തെ ഇവനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ക്ലാസ്സിന് മാത്രമേ പറ്റുള്ളൂ. എന്നിപ്പോൾ ഞാൻ പറയാൻ വന്ന് ഇവൻ ഏട്ടൻ്റെ മീറ്റിംഗ് ആവശ്യമായിട്ടൊരു ഹാൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഓഫീസിലുള്ള ആളെ കാണാൻ വേണ്ടി ഏട്ടൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളിവിടെ കുഞ്ഞാമതി ഇവിടെ കളിക്കുന്നു. അച്ചെടുപ്പാടാ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പർ എടുത്തിട്ട് അങ്ങോട്ട് പോയി. നമുക്ക് മുറ്റത്ത് നല്ല രസമുണ്ട് ഇവിടെ നിങ്ങൾ നോക്കാൻ, ചെടികളൊക്കെ ആയിട്ട് ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ, ലൈറ്റൊക്കെ. ഇതിൻ്റെ ഉൾവശം ഇതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഏട്ടെടുത്തപ്പോൾ കൂടെ വന്ന് എടുത്താണ്. നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹാള് സെറ്റ് ചെയ്യാൻ വേണ്ടി. അയ്യോ നമ്മുടെ മാല ഊരിപ്പോയി. നമ്മുടെ മാല എത്താണോ? മാല താഴെ പോയി. വിടും. കുഞ്ഞു നടന്നാണ് ആൾക്കൂടെ നേരെ നടന്നു പോ. നേരെ നടക്ക്. അത് പേടിത്തൊണ്ടേ. ഇതാ ഏട്ടൻ്റെ സാറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വീഡിയോ എടുക്കുക. ഇന്ത്യയിലൊക്കെ അയ്യോ അയ്യോ എവിടെ പോവാ അമ്മ എവിടെ ഇരിക്കുക? കുഞ്ഞു പോവാ? അതോ എവിടേക്കാണ്? വണ്ടി ഒരു സൈഡിലേക്ക് പോകണുണ്ട്. അവിടെ ആ ചേച്ചി അടിച്ചു വാരിട്ടുണ്ട്, അത് എടുക്കാനുള്ള. ഓ മോല മറ്റൊരിടത്തേക്ക് വന്നു കേട്ടോ. 1-2 ഓപ്ഷൻ വെച്ച് കൊടുക്കാം ഞങ്ങൾ അവർക്ക്. ഏട്ടൻ്റെ
ഹയർ ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആള് നമ്മുടെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2-3 ഒരു ഓൾട്ടർനേറ്റീവ് അല്ല ഓപ്ഷൻ വെക്കാമെന്ന് വെച്ചിട്ടേ ഇവിടെയും കൂടെ നോക്കാം. ഒരു കൂടുണ്ട് കേട്ടോ, അത് ആദ്യമായിട്ട് കാണുകയാണ് തത്തകളെ. ഒക്കെ ഓട്ടടിച്ചോലും നോക്കുക. എന്താ പറഞ്ഞ അത് തത്ത തത്ത ഒക്കെ ഇവിടെ ഒരാളിങ്ങനെ നഖമൊക്കെ വൃത്തിയാക്കി ഇരിക്കുന്നുണ്ട്. എന്താ ഇത്? തത്തമ്മക്കുട്ടി. എന്താണ് പറഞ്ഞത്? പറക്കണ്ടോ അത്? പറക്കണ്ടോ അത്? എന്താ പറഞ്ഞത്? തത്ത. പോലും കഴിഞ്ഞു. അവിടെ അന്വേഷിച്ചു, അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. ഇത് ഇവിടെ ഞാനൊരു സാധനം കാണിച്ചത്. ഇവിടുത്തെ മുന്തിരിവള്ളി കേട്ടോ കാണുന്നത്, മുന്തിരിവള്ളി. പിന്നെ നേരത്തെ കണ്ടത് അതിൻ്റെ ഉള്ളിലത്തെ കിളികളൊക്കെ. എൻ്റെ ബിരിയാണി പാളിപ്പോയിട്ടാവും. ഇപ്രാവശ്യവും കുറച്ച് ശരിയായി. ഇനി അടുത്ത പ്രാവശ്യം നല്ലപോലെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഞാൻ ടെസ്റ്റ് അടിക്കണം. ഒപ്പിക്കാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം എന്താ പറയുക, ഒരുപാട് നല്ല നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. സങ്കടങ്ങളൊക്കെ മാറി സന്തോഷങ്ങളായി നല്ല നല്ല ദിനങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലവ് യു ഓൾ. നിങ്ങളും പ്രാർത്ഥിക്കണം ഈ വർഷം എൻ്റെ ചാനലൊന്ന് കയറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ടാറ്റ, ബൈ ബൈ. പിന്നെ എന്താ പറയാനുള്ളത്, എൻ്റെ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ഞാൻ ഒരു പോഡ്കാസ്റ്റ് ഇടും, അപ്പോൾ കേൾക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.